ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു പപ്പായ ഫേഷ്യലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫേഷ്യലാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, വേനൽക്കാലം ആകുമ്പോൾ ചൂടൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് കൂടുതൽ ടാൻ ആവാനും സ്കിന്ന് ഡാമേജ് ആകാനും ഒക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാനും ടാനൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേഷ്യലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പപ്പായയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ് ആക്കാനും ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ഒക്കെ കുറയ്ക്കാനും സ്കിന്ന് സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പപ്പായ. അപ്പം നമ്മൾ ഈ ഫേഷ്യൽ 4 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് സ്ക്രബാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 സ്പൂൺ പപ്പായ എടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറുപയർ പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തരിതരിയുള്ള പൊടി വേണം കേട്ടോ എടുക്കാൻ, എന്നാലേ ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ചെറുപയർ പൊടി ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ആയാലും മതി. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫേസിലും നെക്കിലും ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ എന്തിട്ടാലും എപ്പോഴും നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ഈവൻ സ്കിൻ ടോൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് 2 കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബിങ്ങിന്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ സ്ക്രബിങ്. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മസാജിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാജിങ് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ പപ്പായ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഫേസിലും നെക്കിലും ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട്. തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാനും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. തേനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലും നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് കൂടുതലുള്ളിടത്തുമൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്യാം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിംഗ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിനും പോർസ് ഒക്കെ ഓപ്പൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പോർസ് ഒക്കെ ഓപ്പൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്ലി പെനിട്രേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടും കിട്ടും. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് 2 സ്പൂൺ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത്. ഇനി ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കടലമാവിൻ്റെ പൊടിയോ ചെറുപയർ പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിൻ ആണെങ്കിൽ പാലിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് കുറച്ച് കട്ടിയിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ്സ് ഫേസിൽ തന്നെ വെച്ചേക്കണം. പപ്പായ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, പപ്പായ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഡൈജഷനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ പപ്പായ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഇങ്ങനെ നനച്ച് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്ന് വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് 2 കൈ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നെക്കും ഫുള്ളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇത് 15 മിനിറ്റ്സ് തന്നെ വെച്ചേക്കണം എന്നൊന്നുമില്ല. നമ്മുടെ സ്കിൻ എപ്പോൾ ഡ്രൈ ആയി തുടങ്ങുന്നോ അപ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ്. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ടാനൊക്കെ ഫുള്ള് റിമൂവ് ആയി. ഇപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സ്ക്രബിങ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആകും. ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 4 സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. എന്നാലേ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പപ്പായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ കളയാതെ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഒറ്റ യൂസിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.